ഭരണഘടനാ സ്ഥാപനങ്ങളുടെ തങ്ങളുടെ കീഴിലാക്കിയുള്ള RSSന്റെ ഫാസിസ്റ്റ് ഭരണത്തിൽ ഇടതുപക്ഷ പാർട്ടികളുടെ യോജിച്ചുള്ള പോരാട്ടമാണ് നടക്കേണ്ടതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിന്റെ 75ാം വാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോജിച്ച പ്രവർത്തനത്തിലൂടെ ഫാസിസ്റ്റ് ശക്തികളുടെ അമിതാധികാര വാഴ്ച ഇല്ലാതാക്കണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കുത്തകകളുടെ നിയന്ത്രണത്തിലുള്ള വർഗീയ പ്രീണന ഭരണക്കാർക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഐക്യത്തിന് എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും സോഷ്യലിസം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാനാകണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇപ്പോഴും RSSന്റെ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പിടിയിലാണ്. കോടതി ഉൾപ്പെടെ താഴ്ത്തോട്ട് വന്നാൽ ഓരോന്നോരോന്നും അങ്ങനെയാണ്. CBI എങ്ങനെയാണ്, ED അങ്ങനെയാണ്, IT അങ്ങനെയാണ്, CAG അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ ഇവരുടെ കീഴിലാണ്. മെല്ലെ മെല്ലെയാണ് ഫാസിസത്തിലേക്കുള്ള യാത്ര. അപ്പോൾ ഈ തരത്തിലുള്ള പ്രവർത്തനം നടന്നു വരുന്നു എന്ന് നമ്മൾ കാണണം. അങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ പ്രതിരോധിക്കണം. ആ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഫ്യൂഡലിസവും സാമ്രാജ്യത്വവും ശക്തിയും ഒക്കെ അതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. അതിൻ്റെ ഒപ്പം ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളും അമിതാധികാര വാഴ്ചയും എല്ലാം നടക്കുകയാണ് ഇവിടെ. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയെ തരണം ചെയ്യണമെങ്കിൽ, പ്രതിരോധിക്കണമെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മളെല്ലാം ചേരണം. ആദ്യം ചേരേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇടതുപക്ഷ പാർട്ടികൾ, എല്ലാ പാർട്ടികളും ചേർന്നുകൊണ്ട് ഇതിനെതിരായ ശക്തിമത്തായ പോരാട്ടവും സമരവും വേണം. ഇടതുപക്ഷ അധികാരത്തിലുള്ള കേരളത്തെ മോദിയും BJPയും ഭയക്കുകയാണ്. എല്ലാ രംഗത്തും കേരളം ഇന്ത്യക്ക് വഴി കാണിച്ചു കൊടുത്തു. ആ വഴി ഇടതുപക്ഷം തെളിച്ച വഴിയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുപക്ഷം അധികാരം കൈയാളുന്ന കേരളത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? മോദിക്കും BJPക്കും ഭയമാണ് ഈ ഗവൺമെൻറ്റിനോട്, വെറുപ്പാണ് ഈ നയത്തോട്. കാരണം ഒരു വിടുതൽ രാഷ്ട്രീയത്തിൻ്റെ വഴിയാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. എല്ലാ രംഗത്തും, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സാമൂഹ്യ സുരക്ഷാ രംഗത്ത്, എല്ലാ രംഗത്തും ഇന്ത്യക്ക് ഒരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് കേരളം. ആ വഴി ഇടതുപക്ഷം തെളിച്ച വഴിയാണ്. കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റ ചരിത്രങ്ങളിലെ പ്രധാന ഏടാണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം. സമരത്തിൽ പങ്കെടുത്ത സമരനായകരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിനു പേർ ചടങ്ങിൽ പങ്കെടുത്തു. മുൻകാല കർഷക നേതാവ് PK കൊടിയന്റെ 96 വയസ്സു പിന്നിട്ട ഭാര്യ സിസിലി അസുഖങ്ങൾ വകവയ്ക്കാതെ എത്തിയത് സദസ്സിന് ആവേശമായി. കൈരളി ന്യൂസ്, കൊച്ചി.